വോട്ടെടുപ്പിന് പിന്നാലെ വനിതാ സ്ഥാനാർത്ഥിയുടെയും സമീപവാസിയുടെയും വീടിന് സമീപമെത്തി ഭീഷണിയും വെല്ലുവിളിയും. പത്തനംതിട്ട കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ മിനി സുരേഷ് ദൃശ്യങ്ങൾ സഹിതം BJP പ്രവർത്തകർക്കെതിരെ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പലതവണ നമ്മൾ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തിട്ടും അവരങ്ങോട്ട് മാറും, പിന്നെ ഇവർ വരുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് BJPയുടെ ഒരു നേതാവ് വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ആ നേതാവിനോട് ചോദിച്ചു, ഇത് പറയുന്നത് തെറ്റല്ലേ, ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് ആ നേതാവ് മുന്നോട്ട് പോയി. അപ്പോൾ CPIയുടെ ഒരു പയ്യനെ അവിടെ വന്നപ്പം ആ പയ്യൻ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനെ തെള്ളുക ചെയ്തു. അന്നേരം ഞാൻ ഓടിച്ചെന്നപ്പോൾ അവരെന്നെ അടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അടിക്കുന്നപ്പോൾ ഞാനും അവിടെ നിന്നു. അപ്പോൾ എന്നെ കുറേ അസഭ്യ വാക്കുകൾ എന്നോടും പറഞ്ഞു. BJP പ്രവർത്തകയായിരുന്നു മിനി. പോയ തവണ സീറ്റ് കിട്ടാതെ വന്നതോടെ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചു. പിന്നാലെ ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. ഇക്കുറി ഇടത് സ്വതന്ത്രയായാണ് മത്സരിച്ചത്. നാട്ടുകാർക്കെല്ലാം ഭയമാണ് BJP രാഷ്ട്രീയ ആൾക്കാർ. ഇത് എന്നാൽ തന്നെ ഇപ്പം വന്നിരിക്കുന്ന കൊച്ചു പിള്ളേരാണ്, 22-24 വയസ്സുള്ള പിള്ളേരെയാണ് പറഞ്ഞ് ചീത്ത വിളിപ്പിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം ഭയമാണ് BJP രാഷ്ട്രീയ ആൾക്കാർ. ഇത് എന്നാൽ തന്നെ ഇപ്പം വന്നിരിക്കുന്ന കൊച്ചു പിള്ളേരാണ്, 22-24 വയസ്സുള്ള പിള്ളേരെയാണ് പറഞ്ഞ് ചീത്ത വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള സകലമായ ആൾക്കാർക്കും പേടിയാണ്. പേടിച്ചൊന്നും ആരും മിണ്ടത്തില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവ് സുരേഷ് ഈ സമയം സവാരിയിലായിരുന്നു. പോലീസ് നിർദ്ദേശം ലഭിച്ച ശേഷമാണ് രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇവിടെ ഭയങ്കര വിഷയങ്ങൾ അത് നമ്മുടെ കൊച്ചു ഉന്നതരുള്ള ചെറുപ്പക്കാരുടെ മേളിൽ ഭയങ്കര തെരുവിളിയും വേളും നിങ്ങളെ വണ്ടി പഠിക്കില്ല, നിങ്ങളെ വെട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും വരില്ല, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പക്ഷേ ഇവിടെ സൈറ്റെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ വരുന്ന സ്റ്റാൻഡിൽ കിടന്നു, ഞങ്ങൾ വിളിച്ചതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. അതേസമയം ബൂത്തിന് പുറത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും പ്രവർത്തകർ വീടുകൾക്ക് സമീപമെത്തി വെള്ളം വെച്ചതായി അറിയില്ല എന്നും BJP പ്രാദേശിക നേതൃത്വം വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട. പിന്നെന്തല്ലോ പറ്റ തല്ലുന്നവരാണ് താരോളികൾ അതല്ലോ കുന്നകളെ 5 വർഷമുണ്ടല്ലോ, 5 കൊല്ലം ഇവിടെ കാത്തിരുന്നാണ് താരോളികൾ. എന്താ അറിയോ ഇതിനൊക്കെ